ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വിഷയം പച്ചക്കറികൾക്കും ഫലവൃക്ഷങ്ങൾക്കും ഒരേപോലെ നല്ല വളർച്ച ലഭിക്കാൻ പറ്റുന്ന ഒരു വളത്തെ പറ്റിയാണ്. പലരും പല രീതിയിലുള്ള വളങ്ങൾ ഉപയോഗിക്കാറുണ്ട്. രാസവളം ഉപയോഗിക്കും, ജൈവവളം ഉപയോഗിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, ജൈവ വളങ്ങൾ ചുവട്ടില് അതിൻ്റെ ആ പ്രതലത്തിൽ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന രാസവളമാണെങ്കിൽ പോലും പ്രവർത്തിക്കത്തുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ ജൈവാംശമുള്ള മണ്ണായിരിക്കണം നമ്മൾ ഏത് ചെടികൾ, ഫലവൃക്ഷങ്ങളായിക്കോട്ടെ അത് പച്ചക്കറി ആയിക്കോട്ടെ, എന്ത് നട്ട് വളർത്തിയാലും ജൈവ രീതിയിൽ അടിവളം കൊടുത്തെങ്കിൽ മാത്രമേ ബാക്കിയുള്ള വളർച്ച ഘട്ടങ്ങളിലേക്ക് ആ ഒരു സസ്യത്തിനെ നന്നായിട്ട് വളർത്തിയെടുക്കാനുമുള്ള ഊർജം നൽകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ വളർച്ച ലഭ്യമാകുന്ന ഒരു വളത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ വളക്കൂട്ട് നിർമ്മാണത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് പച്ചച്ചാണകം. ഇനി നിങ്ങൾക്ക് പച്ചച്ചാണകം ഇല്ല എന്നുള്ളവർക്കാണെങ്കിൽ ഉണക്ക ചാണകപ്പൊടി ഉപയോഗിക്കാം. അത് വെയിലത്തിട്ട് ഉണങ്ങിയതാവരുത്. വെയിലത്തിട്ട് ഉണങ്ങിയ ചാണകത്തിന്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അതിനകത്തെ നൈട്രജൻ എല്ലാം നഷ്ടമായിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ അടുത്തുള്ള വീടുകളിൽ നിന്നോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള ചാണകം, അതായത് പച്ചച്ചാണകം കളക്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി ചാണകപ്പൊടിയാണെങ്കിലും വിശ്വസനീയമായിട്ടുള്ള കടകളിൽ നിന്ന് ചാണകപ്പൊടി വാങ്ങിക്കുക. അപ്പോൾ ചാണകപ്പൊടി അല്ലെങ്കിൽ പച്ചച്ചാണകം, ഇത് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും എടുത്തിട്ടില്ല. ഇപ്പം എല്ലാവർക്കും ഇത് തൂക്കിയൊന്നും എടുക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുറച്ച് ചാണകപ്പൊടി പച്ചച്ചാണകം എടുത്തിട്ടുണ്ട്. പിന്നെ ഗോമൂത്രം എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പലണ്ടിയുടെ പിണ്ണാക്കാണ്. കടലപ്പിണ്ണാക്കെന്നൊക്കെ പറയും. ഇത് കപ്പലണ്ടി പിണ്ണാക്ക്, 1 കിലോ കപ്പലണ്ടി പിണ്ണാക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് വേപ്പിൻ പിണ്ണാക്ക്, നന്നായിട്ട് പൊടിഞ്ഞതാണേ. സാധാരണ ഈ വിപണിയിൽ ലഭ്യമാവുന്ന വേപ്പിൻ പിണ്ണാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് വെറുതെ ചുമ്മാ ചവറ് മാത്രം ഇട്ടിട്ട് വില കുറച്ചൊക്കെ കൊടുക്കുന്നവരുണ്ട്. അതിനകത്ത് കുറച്ച് വേപ്പെണ്ണയൊക്കെ ഒഴിച്ച് ഇട്ടേക്കും. അപ്പോൾ സാധാരണ നമ്മൾ കാണുമ്പോൾ ഇതിനകത്തെല്ലാം നല്ല രീതിയിലുള്ള വേപ്പിൻ പിണ്ണാക്കാന്ന് വിചാരിക്കും. നമ്മൾ ജൈവ വളത്തിൽ ഇതങ്ങോട്ട് കൊണ്ടിടും, വെറുതെ വെള്ളത്തിൽ കൊണ്ടുവന്ന് വരയ്ക്കുന്ന പോലെ ആയിപ്പോവും. അതായത് യാതൊരു പ്രയോജനം കിട്ടാത്ത അത്തരത്തിലുള്ള കളിപ്പീര് നടക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴ്. അപ്പോൾ വിശ്വസനീയമായിട്ടുള്ള കടകളിൽ നിന്ന് തന്നെ വേപ്പിൻ പിണ്ണാക്ക് വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇതേപോലെ നല്ല പൊടിഞ്ഞ വേപ്പിൻ പിണ്ണാക്ക് കിട്ടും. അതായത് വേപ്പിൻ കുരു സത്ത് എടുത്തത് നല്ലതുപോലുള്ള പൊടിയായിട്ടുള്ളത് കിട്ടും. അതിന് ഇച്ചിരി വില കൂടുതലാണെന്നേ ഉള്ളൂ, 60-70 രൂപയാവും. പക്ഷെ നിങ്ങൾ അത്തരത്തിലുള്ള തന്നെ ചോദിച്ച് വാങ്ങിക്കുക. പിന്നെ വേണ്ടുന്നത് ശർക്കരയാണ്. ശർക്കര പൊടിഞ്ഞതോ അല്ലെങ്കിൽ ശർക്കര അല്ലാതുള്ള കട്ടയോ ആണ് നല്ലത്. അല്ല ഒഴുക്ക് ശർക്കരയാണേലും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും അത്യാവശ്യമായി വേണ്ടുന്നത്. അതായത് പച്ചച്ചാണകം, ഗോമൂത്രം, കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്. പിന്നെ ഇതിനകത്ത് എല്ലുപൊടി ചേർക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് എല്ലുപൊടി ചേർത്ത് കഴിഞ്ഞാലും എല്ലുപൊടിക്കകത്തെ ആ ഫോസ്ഫറസ് പെട്ടെന്നൊന്നും ഇതിനകത്ത് ലയിക്കത്തില്ല. അപ്പോൾ ആദ്യം ഇതിനകത്ത് ഈ ഫോസ്ഫറസ് വളങ്ങളൊന്നും അതിനകത്ത് ചേർക്കേണ്ട. വളർച്ചാ ഘട്ടത്തിലുള്ള സ്റ്റേജിൽ മാത്രമാണ് ഇതിന്റെ പ്രയോജനം. അത് പൂക്കളും കായ്കളും ഉണ്ടാകുന്ന സമയത്തേക്ക് ഇത് ഉപയോഗിക്കരുത്. അത് പൊട്ടാഷ് വളങ്ങളാണ് പിന്നീട് ചേർക്കേണ്ടത്. അപ്പൊ ഇത് ആദ്യം ഏതൊരു തൈകളോ, അതേപോലെ പാവല്, പടവലം, പിന്നെ അതേപോലെ ഫലവൃക്ഷങ്ങള്, അതേപോലെ ചെറിയ പൂന്തോട്ട സസ്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ പൂക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഇത് കൊടുക്കരുത്. അതേ പറയാം, ഇതെല്ലാം നൈട്രജൻ കൂടിയ വളങ്ങളാണ്. അപ്പൊ ഇതിനകത്താണ് മാത്രമേ ഉള്ളൂ ശകലമെങ്കിലും ഫോസ്ഫറസും പൊട്ടാഷ്യം ഉള്ളത്. കടലപ്പിണ്ണാക്കില് കൂടുതലും നൈട്രജൻ വളമാണ്, നൈട്രജനാണുള്ളത്. ചാണകത്തിലും കൂടുതലും നൈട്രജനാണുള്ളത്. യൂറിയ, ഈ ഗോമൂത്രത്തിനകത്തും കൂടുതലും നൈട്രജനാണുള്ളത്. അപ്പം പൂക്കളും കായ്കളും ഉണ്ടാവാമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ ഈ ഒരു വളക്കൂട്ട് കൊടുക്കരുത്. വളർച്ചാ ഘട്ടത്തിലേക്ക് മാത്രമാണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് കാണാം. അങ്ങനെ ആദ്യം ഞാൻ എടുത്തത് ഇതൊരു 50 ലിറ്ററിന്റെ ഒരു ഡ്രമ്മാണ്. ഇത്തരത്തിലുള്ള ഒരു കന്നാസ്, ഈ ഒരു കന്നാസിലേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇതെടുത്തു, അതിലേക്ക് പച്ചച്ചാണകം ഇടാൻ പോവാണ്. പച്ചച്ചാണകം ഇട്ടു. ഇനി ഇതിലേക്ക് ശകലം വെള്ളം ഒഴിക്കണം. ഈ ചാണകം കട്ടയായിട്ട് കിടക്കുന്നത് ഒന്ന് ഇളക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നന്നായിട്ട് ഏകദേശം ഒന്ന് ഇളക്കണം. പിന്നെ പൊട്ടി കിടക്കുന്നതൊക്കെ ഒന്ന് ഇങ്ങനെ നല്ലപോലെ ഒന്ന് കലക്കണം.
വെള്ളം ഒരുപാട് ഇട്ടിട്ട് ഈ പച്ചച്ചാണകം കലക്കാൻ നിൽക്കല്ലേ. ഇനി ചാണക പൊടിയാണെങ്കിൽ ഇത്രയും വിഷയമില്ല. ശകലം ഇട്ടിട്ട് അതിനകത്തേക്ക് തന്നെ ഇട്ടാല് പെട്ടെന്ന് ആ വെള്ളത്തിലേക്ക് അങ്ങാവും. പക്ഷെ കട്ടിയായിട്ട് വരുന്ന പച്ചച്ചാണകത്തിന് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കലങ്ങാൻ സാധിക്കത്തില്ല, ഒരുപാട് വെള്ളത്തിലേക്ക്. അപ്പൊ ശകലം വെള്ളത്തിലേക്ക് ആദ്യം ഇതൊന്ന് കലക്കാം. ഇനി അടുത്തതിടാം. ഇനി വേണ്ടുന്നത് ഇതിലേക്ക് 1 കിലോ വേപ്പിൻ പിണ്ണാക്കാണേ. ഒരു കിലോ വേപ്പിൻ പിണ്ണാക്ക് ഇട്ടു. ഇനി അതിലേക്ക് 1 കിലോ കടലപ്പിണ്ണാക്ക് അഥവാ കപ്പലണ്ടി പിണ്ണാക്ക്. ഇനി ഇത് ഒന്നുകൂടെ ഇളക്കണം. കാരണം ഈ കപ്പലണ്ടി പിണ്ണാക്കും പെട്ടെന്ന് കുഴയുന്ന ഒരു രീതിയിലാവും. അപ്പോൾ അത് ഈ വെള്ളവുമായിട്ടൊന്ന് യോജിപ്പിക്കണം. ആദ്യം ഒന്ന് കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് ഇതിന് നല്ല രീതിയിൽ പെട്ടെന്ന് കുഴഞ്ഞു കിട്ടത്തില്ല ഈ കപ്പലണ്ടി പിണ്ണാക്ക്. അതേസമയം വേപ്പ് പിണ്ണാക്ക് പൊടി ആയതുകൊണ്ട് അത് കുഴപ്പമില്ല. അപ്പൊ ഇതൊന്ന് ഇളക്കി ഇനി ഇതിലേക്ക് ഗോമൂത്രം ചേർക്കാൻ പോവാണേ. അങ്ങനെ ഗോമൂത്രം ചേർത്തു. ഇനി ഗോമൂത്രം കൂടെ ഇതും ഇപ്പൊ ഒന്ന് ആലോചിക്കണം, ഇതെല്ലാം നൈട്രജൻ കൂടിയ വളങ്ങളാണ്. അപ്പോ ഇത് വേനൽക്കാലത്തൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ പരമാവധി വെള്ളം ചേർത്ത് ഇതിനെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം, അതായത് നന്നായിട്ട് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ ചെടികൾക്കൊക്കെ കൊടുക്കാവൂ. അല്ലെങ്കിൽ വാടിപ്പോവാൻ സാധ്യതയുണ്ട്. നമ്മൾ 2-3 ഇരട്ടി വെള്ളമൊന്നും ചേർത്ത് ഒഴിച്ചു കളയല്ലേ. ഇത് മിനിമം ഒരു 10 ഇരട്ടി വെള്ളമെങ്കിലും ചേർത്ത് ഒഴിക്കേണ്ടതാണ്. അപ്പൊ ഇത്രയായി. ഇനി ഇതിനകത്ത് പുളിച്ചു വരാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ശർക്കര. ഇത് ശർക്കര പൊടിഞ്ഞതാണ്. മറ്റേ അല്ലാതുള്ള കറുത്ത ശർക്കരയോ അല്ലെങ്കിൽ അല്ലാതുള്ള ഒഴുക്ക് ശർക്കര, അതായത് നന്നായിട്ട് കുഴഞ്ഞ രീതിയിലുള്ള ശർക്കരയും ചേർക്കാം. ഇത് ഇത്രയും ഇട്ടെങ്കിൽ നന്നായിട്ട് ഇത് പുളിച്ച് കിട്ടത്തുള്ളൂ. പുളിച്ചെങ്കിൽ മാത്രമേ ഇതിനകത്ത് നിന്നുള്ള ആ ഒരു കണ്ടന്റുകളെല്ലാം ഈ ഒരു ലായനിയിലേക്ക് വരുവും. അതിൻ്റെ ആ ബാക്ടീരിയൽ ആക്ഷൻ കൊണ്ടാണ് ഇതിനകത്ത് വളർച്ച ഘട്ടം എല്ലാം നല്ല രീതിയിൽ അതിൻ്റെ ആ വളർച്ചാ ത്വരകങ്ങളായിട്ട് ഈ ഒരു കാണുന്ന ലിക്വിഡ് സാധനം നല്ലപോലെ ആയി വരുന്നത്. അപ്പോൾ ഇത്രയും നല്ലപോലെ ഇളക്കി ഇനി ചെയ്യേണ്ടത് ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതാണ്. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ യാതൊരു കാരണവശാലും ക്ലോറിൻ വെള്ളം ചേർക്കരുത്. ക്ലോറിൻ ഇട്ട് കഴിഞ്ഞാൽ ക്ലോറിൻ വെള്ളം ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതലും പൈപ്പ് വെള്ളത്തിലൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പം ക്ലോറിൻ ഉള്ള വെള്ളം ആയതുകൊണ്ട് ഇതിനകത്തേക്ക് ഈ ബാക്ടീരിയകളൊന്നും പ്രവർത്തിക്കത്തില്ല. അപ്പൊ അതൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ കഴിവതും നല്ല ശുദ്ധജലം മാത്രമേ ഇതിന് ഉപയോഗിക്കാവൂ. ഇല്ലെങ്കിൽ അല്ലാതെ കലക്കി ഒഴിക്കാൻ മാത്രമേ അതിന് കൊള്ളത്തുള്ളൂ. ക്ലോറിൻ വെള്ളം അല്ലെങ്കിലും അല്ലാത്ത രീതിയിൽ കൊടുക്കാൻ പാടില്ലെന്നാണ്. അപ്പൊ ഈ രീതിയിൽ ഇങ്ങനെ വെച്ചു. ഇനി ഒരു 3 ദിവസം ഇത് ശകലം കൂടെ വെള്ളം ഞാൻ ചേർക്കും. ഇനി അതിനുശേഷം 3 ദിവസത്തേക്ക് ഇത് ഓരോ ദിവസവും രാവിലെ ഇതിന് മണ്ടയ്ക്കിനി ഒരു കോട്ടൺ തുണി വെച്ച് കെട്ടണം. കോട്ടൺ തുണി വെച്ച് കെട്ടിയതിന് ശേഷം, അല്ലാതെ മണ്ടയ്ക്ക് വലിയ അടപ്പൊന്നും വെച്ച് അടയ്ക്കേണ്ട ആവശ്യമില്ല. കോട്ടൺ തുണി വെച്ച് കെട്ടുക. കെട്ടിയതിന് ശേഷം എല്ലാ ദിവസവും രാവിലെ കുറച്ചു നേരം ഒന്ന് ഇളക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഇളക്കി കൊടുക്കുമ്പോൾ ഇതിനകത്ത് നന്നായിട്ട് ആ മിശ്രിതം എല്ലാം ഒന്ന് ലയിച്ച് കിട്ടും. അങ്ങനെ ഒരു 2-3 ദിവസമെങ്കിലും ഇതാക്കുമ്പോൾ തന്നെ ഏകദേശം ഇത് പുളിച്ച് പൊങ്ങിയിരിക്കും. എന്നിട്ട് ഈ കിട്ടുന്ന മിശ്രിതത്തിൽ നിന്ന് ഒരു മഗ് എടുക്കുക. അതായത് 1 ലിറ്ററിന്റെ എടുക്കുകയാണെങ്കിൽ ബാക്കി 10 ലിറ്റർ വെള്ളം കൂടെ ചേർക്കുക. അങ്ങനെ 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം വിളകൾക്ക് കൊടുക്കാൻ. ഒരു കാരണവശാലും ചെടികളുടെ ചുവട് ചേർത്ത് ഒഴിച്ചു കൊടുക്കല്ലേ. ഒരടി, അതായത് ഒരു 30 സെന്റിമീറ്ററെങ്കിലും ഇട്ട് മാത്രമേ ചെയ്യാവൂ. ഇനി ഗ്രോ ബാഗിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ ഗ്രോ ബാഗിന്റെ വശങ്ങളിൽ മാത്രം, ഇപ്പം ചെടി ഇവിടെ നിൽക്കുകയാണെങ്കിൽ വശങ്ങളിൽ മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. തളം കെട്ടി നിർത്തുകയും ചെയ്യല്ലേ. ഇതിനകത്ത് ഈ പിണ്ണാക്കിന്റെ അംശങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ചെന്ന് അടിയുമ്പോൾ അതിനകത്ത് വേരോട്ടം അല്ലെങ്കിൽ അതിനകത്ത് വായുസഞ്ചാരം കുറയുകയും അതിന്റെ ചെടികൾ അഴുകാൻ സാധ്യതയുണ്ട്. അപ്പൊ പരമാവധി നേർപ്പിക്കുക. ഇനി ആ തെളിയാണ് കൂടുതലും അതിന്റെ ചുവട്ടിൽ ഒഴിക്കേണ്ടത്. ബാക്കി ഭാഗങ്ങൾ മണ്ണിലേക്ക് ചേർത്തും കൊടുക്കാം. അങ്ങനെ ഇനി ഇതിനകത്തേക്ക് ബാക്കിയൂടെ വെള്ളം നിറയ്ക്കുകയാണേ. അങ്ങനെ ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി ചേർത്തതിന് ശേഷമാണ് ഇതിന് മുകളിൽ തുണി വെച്ച് കെട്ടുന്നത്.
തുണി വെച്ച് കെട്ടുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ വായുസഞ്ചാരം കൂടെ ഉള്ളപ്പം ആ ബാക്ടീരിയ നന്നായിട്ട് പ്രവർത്തിക്കുകയും ഈ ഒരു വളം നല്ലൊരു വളർച്ചാ ത്വരകമായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ ഈ രീതിയിലുള്ള വളക്കൂട്ട് നിർമ്മാണം നിങ്ങൾ ഇപ്പൊ കണ്ടു. വളരെ എളുപ്പമാണ് ഇത് നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിക്കാൻ. ഇനി എല്ലാവർക്കും ഈ ഗോമൂത്രമൊന്നും കിട്ടണമെന്നില്ല, അതേപോലെ പച്ചച്ചാണകം കിട്ടണമെന്നില്ല. അപ്പൊ അതിന് പകരം നിങ്ങൾക്ക് പച്ച ഇലകളുണ്ടല്ലോ, അതായത് കാട് വെട്ടിയെടുക്കുന്നത്, അതിനകത്ത് നൈട്രജൻ ഉണ്ട്. അപ്പൊ ഇതിനകത്തേക്ക് പച്ച ഇലകളെല്ലാം കൂടെ ഇടാം. ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് കടലപ്പിണ്ണാക്കും, അതേപോലെ വേപ്പും പിണ്ണാക്കും. പിന്നെ നമുക്ക് ശർക്കര മസ്റ്റാണ്. ശർക്കര ഇടാതിരിക്കല്ലേ. ശർക്കര ഇട്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് നന്നായിട്ട് പുളിക്കാനും ആ ബാക്ടീരിയകൾക്കുള്ള ആഹാരമാണ് ശരിക്കും ആ ശർക്കര എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു കാര്യങ്ങൾ, അതായത് ഇതിനകത്ത് വിഘടിക്കാതെ കിടക്കുന്ന എല്ലാം വിഘടിപ്പിച്ച് കൊടുക്കുന്ന പ്രക്രിയ ചെയ്യുന്നതാണ് ബാക്ടീരിയ. അപ്പം ഇത്തരം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു വളർച്ചാ ത്വരകവുമാണ് നമുക്ക് ഈ കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ വേനൽക്കാലമായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് തന്നെ ഒഴിക്കാൻ പാടുള്ളൂ. അത് ചെറിയ ചെടി ആയിക്കോട്ടെ വലിയ ചെടി ആയിക്കോട്ടെ. അല്ലെങ്കിൽ ഉണക്ക് തട്ടും നൈട്രജൻ കൂടുതലുള്ള വളമാണ്. അല്ലാതെ ഇത് കൊണ്ടുവന്ന് വളർച്ചാഘട്ടം കഴിഞ്ഞിട്ട് കാഫലം ഉണ്ടാകുന്ന സമയത്ത് കൊണ്ടുവന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വളർച്ച മാത്രമേ, ആ ചെടികൾക്കുള്ള വളർച്ച മാത്രമേ കാണിക്കത്തുള്ളൂ. കാരണം ഇതിനകത്ത് പൊട്ടാഷ് ഇല്ല. വേപ്പ് പിണ്ണാക്കിനകത്ത് ശകലം പൊട്ടാഷ് ഉണ്ടെന്ന് പറഞ്ഞ് അത് അതിന്റെ വളർച്ചാഘട്ടത്തിൽ മാത്രം അതിന് പ്രയോജനപ്പെടത്തില്ല, അല്ല അതിന്റെ കായ്ഫലം ഉള്ള സമയത്ത് അത് പ്രയോജനപ്പെടത്തില്ല. അപ്പോൾ ഇത് വളർച്ചാഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഒരു നല്ല കരുത്ത് വരുന്നിടം വരെ കൊടുക്കുക. അതിനുശേഷം പൊട്ടാഷ് കൂടിയ വളങ്ങളിലേക്ക് നിങ്ങൾ മാറുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.